കർണാടക മന്ത്രിസഭയിലെ ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്ര രാജിവെച്ചു. വാത്മീകി വികസന കോർപ്പറേഷനിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിലാണ് രാജി. 85 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥൻ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. അരുൺ പൂപ്പറമ്പ നൽകും ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. അരുൺ, വിവരങ്ങൾ. പ്രജിൻ, ഒരു വർഷം പിന്നിട്ട കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗമായ ആദ്യ മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്രയാണ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. രാജിക്കത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ രാജി മുഖ്യമന്ത്രി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഹൈക്കമാൻഡിനോട് ഉൾപ്പെടെ ആലോചിച്ച് അതിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള സംവിധാനമാണ് വാത്മീകി വികസന കോർപ്പറേഷൻ. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് മറ്റ് സ്വകാര്യ വ്യക്തികളുടെയും മറ്റ് ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്കും വകമാറ്റി നിക്ഷേപിച്ചു എന്നതാണ് ആരോപണം നേരിട്ടത്. അതായത് ബംഗളൂരുവിലെ എം ജി റോഡിലെ യൂണിയൻ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് 85 കോടിയിലധികം രൂപ മറ്റ് സ്വകാര്യ വ്യക്തികളുടെയും മറ്റ് ചില സ്ഥാപനങ്ങളിലേക്കും അക്കൗണ്ടിലേക്ക് അയച്ചു എന്നതാണ് കണ്ടെത്തൽ. ആദ്യത്തിൽ ഇതിൽ വകുപ്പ് തല അന്വേഷണം നടന്നു. ആ വകുപ്പ് തല അന്വേഷണത്തെ തുടർന്ന് അക്കൗണ്ടന്റ് സൂപ്രണ്ട് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഈ അക്കൗണ്ടന്റ് സൂപ്രണ്ട് ശിവമോഗ സ്വദേശിയായിട്ടുള്ള ചന്ദ്രശേഖർ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് ഇതിലെ ഉന്നത ബന്ധം സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നത്. ജീവനൊടുക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പിൽ ഈ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് പറഞ്ഞ് ചില ഉദ്യോഗസ്ഥർ തന്നെ സമീപിച്ചിരുന്നു എന്നും അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നതെന്നും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. പിന്നാലെയാണ് ഇത് വിവാദമാവുകയും മന്ത്രി ഇതിൽ ഇടപെട്ടു എന്ന തരത്തിൽ ആരോപണം ഉയരുകയും ചെയ്തത്. BJP ഇത് രാഷ്ട്രീയമായി ഏറ്റെടുത്തു. രാജിവെക്കണമെന്ന് ആവശ്യമുന്നയിച്ചു. CBIക്ക് അന്വേഷണം വിടണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പിന്നീടാണ് ഇതിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇതിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ബി നാഗേന്ദ്രയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പിന്നാലെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് രാജി കത്ത് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബി നാഗേന്ദ്ര മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. പ്രജിൻ, ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ, തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ട് ബംഗളൂരിൽ നിന്നും. ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായ ജനതാദൾ നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ജാമ്യമില്ല. 4 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 10 വരെയാണ് കസ്റ്റഡി കാലാവധി. അരുൺ പൂപ്പറമ്പ വീണ്ടും ചേരുന്നു. അരുൺ, പ്രജ്വലിന് ജാമ്യമില്ല. ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി നിരാകരിക്കുകയായിരുന്നു. പ്രജിൻ, കഴിഞ്ഞ 6 ദിവസമായി പ്രജ്വൽ രേവണ്ണ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിനോടൊന്നും പ്രജ്വൽ രേവണ്ണ കൃത്യമായി സഹകരിച്ചില്ല എന്നതാണ് SIT വൃത്തങ്ങൾ പറയുന്നത്. ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഈ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കി, ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിലാണ് ഹാജരാക്കിയത്. അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ച വാദം ഇതുവരെ നടന്ന ചോദ്യം ചെയ്യലിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഈ ചോദ്യം ചെയ്യലിനോട് പ്രജ്വൽ കൃത്യമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ കസ്റ്റഡി ആവശ്യമാണ് എന്ന വാദമാണ് അന്വേഷണ സംഘം ഉയർത്തിയത്. അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ കൂടുതൽ നശിപ്പിക്കും. അതോടൊപ്പം തന്നെ പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് പരിഗണിച്ചാണ് പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി ഇപ്പോൾ 4 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. ഈ മാസം 10 വരെ കസ്റ്റഡി കാലാവധി ഉണ്ടാവും. കൂടുതൽ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശരി, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.